ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ദൈവവചനം ശുശ്രൂഷിപ്പാനായി കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തേവര IPC സഭയുടെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സ്റ്റാൻലി ജോസഫ് അവരുകളെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകാൽ ഈ സഭയുടെ കുടികുത്തി സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ MC സയൻ അവരുടെ അളിയനാണ് അദ്ദേഹം. ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ കടന്നു വന്ന ഐശ്വര്യമായി ദൈവവചനം ശുശ്രൂഷിപ്പാൻ തൻ്റെ ദാസനെ ദൈവം ബലപ്പെടുത്തേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെ മകനാണ് ഇപ്പോൾ പാട്ടുകൾ ഇവിടെ പാടിയത്, അവരുടെ ടീമാണ്. അവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസൻ സ്റ്റാൻലി ജോസഫ് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. കർത്താവ് നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, വിലപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ എളിവിനെ രക്തത്താൽ മറയ്ക്കണമേ, ഭവനത്തെ രക്തത്താൽ മറയ്ക്കണമേ. ബഹുമാനിയ ദേവദാസനെയും കുടുംബത്തെയും സെൻട്രൽ ശുശ്രൂഷകനായ ശ്രേഷ്ഠനായ കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും കൂട്ടുവേലക്കാരെയും അവിടുത്തെ രക്തത്താൽ മറയ്ക്കണമേ. ഈ ദേശത്തെ അവിടുത്തെ രക്തത്താൽ മറയ്ക്കണമേ. ഇമ്മാനുവേൽ വിരിക്കപ്പെട്ട ചിറകടിയിൽ ഈ ദേശത്തെ മറയ്ക്കണമേ. ഈ ദേശത്തിന് ഉൾക്കണ്ണുകൾ തുറക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഉൾക്കണ്ണുകൾ തുറക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് രാത്രി ഞങ്ങളുടെ ശുശ്രൂഷ ഈ ദേശം ക്രിസ്തുവിൽ വിടുവിക്കപ്പെടുവാൻ ഇടയാക്കണമേ. കടന്നു വന്ന എല്ലാ മക്കളുടെയും ഉൾക്കണ്ണുകൾ പ്രകാശിക്കട്ടെ. തിരുവചനത്തിൻ്റെ കലവറകൾ ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ. വിരുദ്ധമായുള്ള ദേശവ്യാപാരങ്ങളെ കർത്താവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ശാസിക്കുകയാണ്. ഇമ്മാനുവേൽ വിരിക്കപ്പെട്ട ചിറകളിൽ മറയ്ക്കും. ആമേൻ. ഇന്ന് രാത്രി കർത്താവ് ഞങ്ങളോട് സംസാരിക്കുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. മാനമുഖത്വം എടുക്കും യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനയുടെ ഉത്തരവള്ളമേ. എല്ലാവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഈ സെൻട്രൽ ശുശ്രൂഷകരായിരിക്കുന്ന ബഹുമാന്യ ദൈവദാസൻ TT തോമസ്, അധ്യക്ഷനായി ഇരിക്കുന്ന പാസ്റ്റർ ബിജോയ്, കൂട്ടുവേലക്കാരായ എല്ലാവർക്കും എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. എറണാകുളത്ത് കിടന്നതായി ബെന്നി സാറ്, നോവൽ പാസ്റ്റർ, സൗ പാസ്റ്റർ, ഇവർക്കെല്ലാം എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. അതുപോലെ പ്രിയ മോഹൻ സാമ്പനും എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഇവിടെ വിവിധ തരത്തിൽ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും ദേശനിവാസികൾക്കും കടന്ന എല്ലാവർക്കും ഇവിടെ ശുശ്രൂഷിക്കുന്ന ബഹുമാനിയ ദേവദാസനും കുടുംബത്തിനും സഭയ്ക്കും ഞങ്ങൾ വന്ദനം പറയുന്നു. തിരുവചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. തിരുവചനത്തിനായി സ്തോത്രം ചെയ്താട്ടെ. കൽവറി മാമല മുകളിൽ കാൺമതന്തഹോ ദേവകുമാരൻ എൻ്റെ പേർക്കായി തൂങ്ങിടും അയ്യോ. കാൽവറി മാമല മുകളിൽ കാൺമതന്തഹോ ദേവകുമാരൻ എൻ്റെ പേർക്കായി തൂങ്ങിടും അയ്യോ. ദേവകുമാരൻ എൻ്റെ പേർക്കായി തൂങ്ങിടും
തൂങ്ങിടുന്നയ്യോ. ഏദേനിലാദം ചെയ്ത ദോഷം ആകെ പോക്കുവാൻ, ഏദേനിലാദം ചെയ്ത ദോഷം ആകെ പോക്കുവാൻ, വേദനയേറ്റം ഏറ്റുനാഥൻ യാഗമായുകോ. വേദനയേറ്റം ഏറ്റുനാഥൻ യാഗമായുകോ. കാൽവറി മാമലമുകളിൽ കാൺമതെന്തഹോ, ദേവകുമാരൻ എൻ്റെ പേർക്കായി തൂങ്ങിടുന്നയ്യോ. ദേവകുമാരൻ എൻ്റെ പേർക്കായി തൂങ്ങിടുന്നയ്യോ. മൂന്നാണിമേൽ ഭൂമേനീതാ തൂങ്ങിടുന്നയ്യോ. മൂന്നാണിമേൽ ഭൂമേനീതാ തൂങ്ങിടുന്നയ്യോ. മണ്ണിനും വിണ്ണിനും മധ്യയായി കൈവിരിച്ചതോ. മണ്ണിനും വിണ്ണിനും മധ്യയായി കൈവിരിച്ചതോ. കാൽവറി മാമലമുകളിൽ കാൺമതെന്തഹോ, ദേവകുമാരൻ എൻ്റെ പേർക്കായി തൂങ്ങിടുന്നയ്യോ. ദേവകുമാരൻ എൻ്റെ പേർക്കായി തൂങ്ങിടുന്നയ്യോ. കാൽവറി മാമലമുകളിൽ കാൺമതെന്തഹോ, ഇറ്റിറ്റു വീണിടുന്നു നീണം പാപശാന്തിക്കാൻ. ഇറ്റിറ്റു വീണിടുന്നു നീണം പാപശാന്തിക്കാൻ. ഊറ്റിത്തൻ രക്തം ആസകലം ഏഴയ്ക്കായഹോ. ഊറ്റിത്തൻ രക്തം ആസകലം ഏഴയ്ക്കായഹോ. കാൽവറി മാമലമുകളിൽ കാൺമതെന്തഹോ, ദേവകുമാരൻ എൻ്റെ പേർക്കായി തൂങ്ങിടുന്നയ്യോ. ദേവകുമാരൻ എൻ്റെ പേർക്കായി തൂങ്ങിടുന്നയ്യോ. കാൽവറി മാമലമുകളിൽ കാൺമതെന്തഹോ, ദേവകുമാരൻ എൻ്റെ പേർക്കായി തൂങ്ങിടുന്നയ്യോ. ദേവകുമാരൻ എൻ്റെ പേർക്കായി തൂങ്ങിടുന്നയ്യോ. കാലോറി ഓർത്ത് ശ്രദ്ധിച്ചാണ്. ഒരു പ്രാവശ്യം കൂടെ ഹല്ലേലൂയ നന്ദിയോടെ. പ്രിയമകൻ ഡാനി പറഞ്ഞതുപോലെ തെറ്റു പറയാത്ത മാർഗം, തെറ്റ് ചെയ്യാത്ത മന്നൻ,
തെറ്റ് പറയാത്ത മന്നൻ, തെറ്റിക്കൂടാത്ത മന്നൻ, തെറ്റിനധീനനായ മന്നൻ, തെറ്റ് പറയാത്ത മന്നൻ, തെറ്റ് ചെയ്യാത്ത മന്നൻ. ഈ ഉലകത്തിലെ ഏതെങ്കിലും മന്നന്മാർക്ക് യേശു ക്രിസ്തുവിൻ്റെ തെറ്റ് കാണിക്കുവാൻ കഴിയുമോ? ആ കർത്താവിനെ പറ്റി സാക്ഷീകരിപ്പാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. ഈ കൊടുക്കുത്തി സ്ഥലത്ത് ഞങ്ങൾക്ക് കടന്നു വരുവാനും കർത്താവിനെ ഉയർത്തുവാനും ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. മൂല്യശോഷണം സംഭവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മൂല്യച്യുതിയുടെ ഒരു കാലഘട്ടമാണ്. മതരംഗത്തും രാഷ്ട്രീയ രംഗത്തും മൂല്യച്യുതിയുടെ നടക്കുന്ന പേക്കോലങ്ങൾ രൗദ്രഭാവങ്ങളായി ഉറഞ്ഞുതൊള്ളുകയാണ്. മൂല്യശോഷണം സംഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ ഹൃദയത്തിലേക്ക് ഉരുത്തിരിയുന്ന പല കാര്യങ്ങളുണ്ട്. 100 വർഷങ്ങൾക്ക് മുൻപ് ചിക്കാഗോയിൽ പ്രസംഗിച്ച ആർഷഭാരതത്തിൻ്റെ വക്താവായ സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകൾ നൂറുകണക്കിന് ആൾക്കാരെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം പ്രസംഗിക്കുവാനിടയായി, സായിപ്പന്മാരെ, നിങ്ങൾ ഭാരതത്തിലേക്ക് കടന്നു വരിക, ഇരുളടഞ്ഞ ഗ്രാമാന്തരങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വരിക, നിങ്ങളുടെ സുവിശേഷവുമായി കടന്നു വരിക. ഈ സമയത്ത് പ്രസിദ്ധനായ കർത്താവിൻ്റെ ദാസനായ പൗലോസിൻ്റെ പ്രഖ്യാപനം, സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. ഈ കൊടിക്കുത്തി ദേശത്ത് സുവിശേഷത്തിൻ്റെ കൊടികൾ പാറിപ്പറക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നമുക്കൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇത് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്ന വിഷയം, എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചതായ ദൈവത്തിൻ്റെ വചനം, യേശുവിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് എന്നുള്ളതായ വിഷയമാണ്. വീണ്ടെടുപ്പിനെ പറ്റി ചിന്തിക്കുമ്പോൾ അതിൻ്റെ നിർവചനം ശ്രേഷ്ഠതയുള്ളതായ കാര്യം, അത് കരങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതായ ആ കാര്യത്തെ, ആ വസ്തുവിനെ ഏറിയ മുതൽ കൊടുത്ത് തിരികെ പ്രാപിക്കുന്നതിനാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. എൻ്റെ ഹൃദയത്തിലേക്ക് കൊച്ചുപ്രായത്തിലേക്ക് വന്നതായ അനേക കഥകളുണ്ട്. എൻ്റെ പിതാക്കന്മാരും ജ്യേഷ്ഠന്മാരും ഒക്കെ സുവിശേഷ ഘോഷണത്തിൽ ഭാരതത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ആദ്യകാലത്ത് ഇറങ്ങിത്തിരിച്ചതായ കർത്താവിൻ്റെ ദാസന്മാരാണ്. ഇന്നത്തെ പോലെ സുഖ സൗകര്യങ്ങളൊന്നുമില്ലാതിരുന്ന അന്ന് ആ കാലഘട്ടത്തിൽ നടന്നും കഷ്ടപ്പെട്ടും വേല ചെയ്തവരാണ്. അവരൊക്കെ പറഞ്ഞതായ പല കാര്യങ്ങളും എനിക്ക് അനുഗ്രഹമായി തീരുവാനിടയായിട്ടുണ്ട്. വീണ്ടെടുപ്പിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഫ്രാൻസിൽ നടന്നതായ ഒരു നാടോടിക്കഥയുണ്ട്. ആ നാടോടിക്കഥ ഇപ്രകാരമാണ്. വലിയ ക്രാബ്സുകൾ വിൽക്കുന്നതായ വലിയ ഒരു കട, അതിൻ്റെ ഉടമസ്ഥനായ ആ മകൻ്റെ ഏകജാതൻ ആ മകൻ ഒരിക്കൽ അപ്പൻ്റെ ക്രാബ്സ് കട കാണുവാനായിട്ട് അവിടേക്ക് ചെന്നിട്ട് അവൻ ഇഷ്ടമുള്ളതായ ക്രാബ്സുകൾ അവൻ മാറി നോക്കി. ഇങ്ങോട്ട് മാറി നിന്ന് അപ്പൻ്റെ പണിയായുധങ്ങൾ കരങ്ങളിലെടുത്ത് അവനും ചില തടിക്കഷ്ണങ്ങളും എടുത്തു അവനും പണിയാൻ തുടങ്ങി. അവന് മനോഹരമായിട്ടുള്ളതായ ഒരു ബോട്ട് അവൻ പണിയുവാനിടയായി. മനോഹരമായൊരു ബോട്ട്, അതിനകത്ത് അവൻ്റെ പേര് തന്നെ എഴുതി, ജോണിമോൻ, മനോഹരമായ പേരെഴുതി. ആ ബോട്ടും തോളിൽ വഹിച്ചുകൊണ്ട് നടന്ന് മഹാസമുദ്രത്തിൻ്റെ അരികിൽ കൂടി നടന്നു. ആ ബോട്ട് അവൻ ആ സൈഡിൽ വെച്ചു. തിരമാലകൾ കടന്നു വന്ന് അവൻ്റെ ബോട്ടിനെ അടിച്ചു വീഴ്ത്തി. കൗതുകത്തോടെ അവൻ നോക്കി നിന്നു. പലവരി അത് ചെയ്തു. ഭീകരമായ തിരമാലകൾ കടന്നു വന്ന് അവൻ്റെ ബോട്ടിനെ തിരിച്ചു വരുവാൻ കഴിയാതെ കൊണ്ട് വാഴക്കയത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി. അവൻ ഓടി നീന്തി, എന്നിട്ടും അത് കിട്ടിയില്ല. കരഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു. അമ്മ ചോദിച്ചു, മോനെ എന്താ നീ കരയുന്നത്? അമ്മേ, എൻ്റെ കയ്യിലുള്ളതായി ബോട്ട് നഷ്ടപ്പെട്ടു പോയി. മോനെ, നീ വിഷമിക്കണ്ട, നിന്റെ പിതാവിൻ്റെ പണിശാലയിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം നിനക്കുള്ളതാണ്. പക്ഷേ തൻ്റെ കരാങ്കുരുകളായി പടുത്തതായ ആ ബോട്ട്
നഷ്ടപ്പെട്ടത് ഓർത്ത് അവൻ വിഷാദ ചിത്തനായി കിടന്നുറങ്ങി. അവൻ 1-2 ദിവസങ്ങൾ അവൻ കഴിഞ്ഞ് വളരെ ദുഃഖം. അവൻ വയ്യ സമയത്ത് നടക്കുവാൻ ഇറങ്ങി. നടന്ന് ആ കടൽ തീരത്തോടു കൂടി നടന്നു പോകുമ്പോൾ ഒരു കടയിൽ അവൻ്റെ ബോട്ടിരിക്കുന്നു. അവൻ ഓടിച്ചെന്ന് ഇതെൻ്റെ ബോട്ടാണ്, എൻ്റെ ബോട്ടാണ്, എനിക്കിത് വേണം. കടക്കാരൻ പറഞ്ഞു 300 ഷില്ലിങ്ങിന് ഞങ്ങൾ മുക്കുവരോട് ഈ ബോട്ട് വാങ്ങിച്ചതാണ്. 300 ഷില്ലിങ്ങിന് തരാമെങ്കിൽ നിനക്ക് ഈ ബോട്ട് തിരിച്ചു തരാം. അവർ പറഞ്ഞു ആർക്കും ഈ ബോട്ട് കൊടുക്കരുത്, ആർക്കും ഇത് കൊടുക്കരുത്, ഇതെൻ്റെ ബോട്ടാണ്, എനിക്ക് നഷ്ടപ്പെട്ടതാണ്. വീട്ടിൽ വന്നിട്ട് അമ്മയോട് പറഞ്ഞു. മറ്റു ജോലിയൊന്നുമില്ലാതിരുന്നായ അവൻ അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ ബോട്ട് കിട്ടി, എൻ്റെ ബോട്ട് കടയിലുണ്ട്. അമ്മേ ഞാൻ 2-3 ദിവസം ആഹാരം കഴിക്കുന്നില്ല. പാശ്ചാത്യ നാടുകളിൽ അങ്ങനെയൊക്കെ ഒരു സമ്പ്രദായമുണ്ട്. ഭക്ഷണം ഇരിക്കാമെങ്കിൽ മമ്മി ആ ദിവസത്തുള്ള പൈസ അവർ കൊടുക്കും. 3 ദിവസം ഒരു പട്ടിണി കിടന്നു. പട്ടിണി കിടന്ന് സമ്പാദിച്ചതായ 300 ഷില്ലിങ് കയ്യിൽ വെച്ചുകൊണ്ട് ആ കടയെ ലക്ഷ്യമാക്കി നടന്നു. അവിടേക്ക് ചെന്ന് കടക്കാരനോട് പറഞ്ഞു എൻ്റെ ബോട്ട് തരണം. 300 ഷില്ലിങ് കൊടുത്തിട്ട് ആ ബോട്ട് അവൻ തിരികെ വാങ്ങിച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞു, അല്ലയോ ബോട്ടേ, ഞാൻ നിന്റെ 2 ഉടമസ്ഥനാണ്. എൻ്റെ കരാങ്കുലികളാൽ ഞാൻ നിന്നെ പണിതു. ഒരു നിമിഷം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ 3 ദിവസം ഞാൻ പട്ടിണി കിടന്ന് സമ്പാദിച്ചതായ പണമായി നിന്നെ എനിക്ക് തിരികെ ലഭിച്ചിരിക്കുകയാണ്. ഞാൻ നിന്റെ 2 ഉടമസ്ഥനാണ്. മനുഷ്യകുലമേ, 2 ഉടമസ്ഥ അവകാശം മനുഷ്യന്റെ മേൽ ദൈവത്തിനുണ്ട്. വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ 7 പദങ്ങൾ വീണ്ടെടുപ്പിനെ തെളിയിച്ച് പറയുന്നുണ്ട്. ഡിക്കായോ, അഗറാസോ, ലൂത്രോ, എക്സ് ആഗറോസോ, അഭീമി തുടങ്ങിയതായ 7 പദങ്ങൾ വീണ്ടെടുപ്പിനെ പറ്റി തെളിയിച്ചു പറയുവാനുണ്ട്. ഈ 7 പദങ്ങളുടെ സംക്ഷിപ്ത വിവരണങ്ങൾ ഇപ്രകാരമാണ്. ദത്തെടുക്കുക, അടിമച്ചന്തയിൽ കടന്നു വന്ന് ഏറിയ മുതൽ കൊടുത്ത് ഒരു കുടുംബത്തെ വിലയ്ക്ക് വാങ്ങി അടിമച്ചന്തയുടെ പുറത്തു കൊണ്ടുവന്ന് സ്വാതന്ത്ര്യമായി വിടുന്നു. ഭിന്നിച്ചിരിക്കുന്ന 2 വ്യക്തികൾ, ദൈവവും മനുഷ്യനും തമ്മിൽ ഭിന്നാവസ്ഥയിലാണ്. ഭിന്നിച്ചിരിക്കുന്ന വ്യക്തികളെ യഥാസ്ഥാനമാക്കി ഒന്നാക്കി തീർക്കുന്ന പ്രക്രിയ, ഭവനമായി ദത്തെടുത്ത് ഭവനാഗമാക്കി സ്വന്തമാക്കി തീർക്കുന്ന പ്രക്രിയയാണ് വീണ്ടെടുപ്പ്. വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ വിലയ്ക്ക് വാങ്ങലാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. എല്ലാ അർത്ഥത്തിലും യേശുക്രിസ്തു മനുഷ്യനു വേണ്ടി തൻ്റെ രക്തം നൽകി മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാനിടയായി. നഷ്ടപ്പെട്ടതായ മനുഷ്യനെ തേടി യേശുക്രിസ്തു കാലാതീതിയിൽ നിന്നും കാലത്തിലേക്ക് ഇറങ്ങി വന്നു. കന്യകയുടെ മകനായി കാലിത്തൊഴുത്തിൽ ജനിച്ചു. കാലത്തിൻ്റെ കലിമരണം പെടാതെ നമ്മുടെ ഇടയിൽ ജീവിച്ചു. കഠിന കശ്മറിൽ കൂടി കരുണ കടാക്ഷ വീക്ഷണം ചൊരിഞ്ഞു. കരുത്തേറിയ പ്രകാശ കിരണാവളികളാൽ കനത്ത ഇരുളകറ്റി കാലത്തിന് നടുവിൽ, ലോകത്തിൻ്റെ നടുവിൽ കാൽവറി മേട്ടിൽ തൂങ്ങി മരിച്ചു. കല്ലറയിൽ അടക്കപ്പെട്ടു. കണ്ണുകൾ ജാഗ്രതയും കരങ്ങളിൽ ആയുധവുമായി നിന്ന കനത്ത മാനവ ശക്തിയും കരുത്തേറിയ മരണത്തിൻ്റെ കറുത്ത കരങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് റോമൻ ഇമ്പീരിയൽ മുദ്രകളെ പൊട്ടിച്ചുകൊണ്ട് പാതാളത്തിന്റെ അടിത്തട്ടോളം നിബന്ധിച്ച ആർത്തമർത്തിനെ തേടി നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ തേടി ഇറങ്ങി വന്ന് അവനെ കോരിയെടുത്ത് ക്രിസ്തുവാകുന്ന പാറയിൽ ഉറപ്പിക്കുവാനിടയായി. വീണ്ടെടുപ്പ് അടിമച്ചന്തയിലേക്ക് വന്ന് വിലയ്ക്ക് വാങ്ങലാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. പാപം മനുഷ്യന്റെ യജമാനനായി തീരുവാനിടയായി. പാപത്തിൻ്റെ ദാസനായി മനുഷ്യൻ തീരുവാനിടയായി. മനുഷ്യ ശരീരത്തിൻ്റെ അവയവങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായി തീരുവാനിടയായി. യജമാനായ പാപം മനുഷ്യന് വില ചോദിക്കുകയാണ്. വില ചോദിക്കുന്ന സകല വിലയും കർത്താവായ യേശു ക്രിസ്തു വിലയായി നമുക്ക് വേണ്ടി നൽകപ്പെടുവാനിടയായി. വീണ്ടെടുപ്പ് എഫെസ്യ ലേഖനത്തിൽ ദൈവദാസൻ വായിച്ചതായ വാക്യങ്ങളിൽ സ്തോത്രം 5 കൂട്ടം കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. 1 വീണ്ടെടുപ്പുകാരൻ, 2 വീണ്ടെടുക്കപ്പെട്ടവർ, 3-ാമത്തെ കാര്യം വീണ്ടെടുപ്പിൻ്റെതായ വില, അടുത്തതായിട്ട് വീണ്ടെടുപ്പിൻ്റെതായ
ഫലങ്ങൾ, ആമേൻ, വീണ്ടെടുപ്പിൻ്റെ കാരണം, ഇത്രയും കാര്യങ്ങൾ കാര്യകാരണ സഹിതം വിവരിച്ചു പറയേണ്ടതായ വിഷയമാണ്. വീണ്ടെടുപ്പ് രൂത്തിന്റെ പുസ്തകം കൂടാതെ തെളിയിച്ചെടുക്കുവാനായി സാധിക്കുകയില്ല. രൂത്തിന്റെ പുസ്തകത്തിൽ വീണ്ടെടുപ്പുകാരൻ 4 വിധ യോഗ്യതകൾ ഉണ്ടായിരണം. ഒന്ന്, വീണ്ടെടുപ്പുകാരൻ അടുത്ത ചർച്ചക്കാരനായിരിക്കണം. വീണ്ടെടുപ്പുകാരൻ അവൻ വീണ്ടെടുക്കുവാൻ മനസ്സുള്ളവനായിരിക്കണം. മൂന്നാമത്തെ കാര്യം, വീണ്ടെടുപ്പുകാരൻ ധനികനായിരിക്കണം. നാലാമത്തെ കാര്യം, വീണ്ടെടുപ്പുകാരൻ സ്വന്തം അവകാശം ത്യജിക്കുവാനായി മനസ്സുള്ളവനായിരിക്കണം. രൂത്തിന്റെ പുസ്തകം, ആമേൻ, ന്യായാധിപന്മാരുടെ പുസ്തകം കഴിഞ്ഞാണ് രൂത്തിന്റെ പുസ്തകം നിലകൊള്ളുവാനിടയാകുന്നത്. അവൻ ന്യായാധിപന്മാരുടെ പുസ്തകം പരാജയത്തിന്റെ ബുക്കാണെങ്കിൽ രൂത്തിന്റെ പുസ്തകം വിജയത്തിന്റെ ബുക്കാണ്. ആമേൻ, കഴിഞ്ഞ നാളുകൾ പരാജയത്തിൻ്റെതായ അവസ്ഥകൾ കൂടി നീ കടന്നു പോകുന്നുവെങ്കിൽ ആമേൻ, വിജയത്തിന്റെ അധ്യായങ്ങൾ എഴുതി ചേർക്കുന്ന രാത്രിയാണ് ഇന്നത്തെ രാത്രി. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ബേത്ലഹേം മുതൽ മോവാബ് വരെ നീണ്ട ഒരു ചരിത്രത്തിന്റെ നായികയായി 4 അധ്യായങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന രൂത്ത് ലോകമാസകല ചുതിരിപ്പാർക്കുന്ന വിശുദ്ധന്മാരുടെ കൃത്തടങ്ങളിൽ സ്വർഗീയ ജാലയുമായി അവൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. കഷ്ടതയുടെ കയ്പ് നീർമട്ടോളം പാനം ചെയ്ത് പിന്മാറ്റത്തിന്റെ കയ്പുകൾ അനുഭവിച്ചറിഞ്ഞതായ ഒരു കുടുംബത്തിലേതായ അംഗമായിരുന്നു നവോമി. പ്രതികൂലത്തിന്റെ കൊടുങ്കാറ്റുകൾ പ്രതീക്ഷകൾക്കെതിരെ തകർത്തുടച്ച് ഒരു പിടി ചാമ്പലായി മാറിയ കുടുംബത്തിലേതായ ഗ്രഹനായിക, ഭർത്താവ് എലിമലേക്ക്, മക്കൾ മകളോൻ കില്യോൻ, അല്പമായ പ്രതികൂലത്തിന്റെ നടുവിൽ ദൈവവ്യവസ്ഥ ലംഘിച്ച ഹതഭാഗ്യരായി ലക്ഷ്യം ആമേ വിട്ടകന്ന് അപ്പ വീട് വിട്ട് ആമേൻ അവർ ഇതാ ഇറങ്ങിപ്പോകുവാനിടയായി. ഏകദേശം 10 വർഷത്തെ മോവാബ് ഉപവാസത്തിനിടയിൽ അടുത്തു നടക്കുന്ന ദാരുണ സംഭവങ്ങൾ കാണാതെ ആ വീട്ടിലെ ദൈവമെന്റെ രാജാവ് ഈ ലോകത്തോട് വിട പറയുവാനിടയായി. ശേഷിച്ചതായ 3 വിധവകൾ അടങ്ങുന്ന കുടുംബം ഇഞ്ചിഞ്ചായി മരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുക്കുന്ന വാർത്ത നവോമിയുടെ ശ്രവണപുടങ്ങളിൽ എത്തിച്ചേർന്നു. അനുദവിച്ച സകലാണ്ട സൃഷ്ടാവായ ദൈവത്തോട് അവളുടെ പരാജയമെല്ലാം ഏറ്റുപറഞ്ഞ ശ്രീരത്നം മടങ്ങി ബേത്ലഹേമിലേക്ക് വരുവാൻ ഉറച്ചു. മടക്കി യാത്രയിൽ മക്കളോട് പറയുകയാണ്, മക്കളെ, നിങ്ങൾ മടങ്ങിപ്പോകുക. അനുഗ്രഹിക്കപ്പെട്ട ദാമ്പത്യ ജീവിതം ഉടയവൻ അരുളട്ടെ എന്ന് ആശംസിച്ച് മടങ്ങിപ്പോകുവാൻ പ്രേരിപ്പിച്ച സംഗതി ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിലെ സംഗതിയാണ്. ഒരു അമോനിനോ ഒരു മോവാബിനോ ഒരു നാളും ദൈവസന്നിധിയിൽ പ്രവേശിക്കരുത്. അവന്റെ 10 തലമുറ പോലും യഹോവയുടെ സന്നിധിയിൽ പ്രവേശിക്കരുത്. നിങ്ങൾ മിസ്രയിൽ നിന്ന് വരുമ്പോൾ അപ്പവും വെള്ളവും കൊണ്ട് നിങ്ങൾ എതിരേൽക്കായിക്കൊണ്ടും ബിലയാമിനെ നിനക്ക് വിരോധമായി കൂലിക്ക് വിളിച്ചത് കൊണ്ടും 10 തലമുറകൾ എൻ്റെ സന്നിധിയിൽ പ്രവേശിക്കരുത്. കഠിനമായ ദൈവത്തിന്റെ നിയമങ്ങൾ നിൽക്കുമ്പോൾ അവ ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ച് അവൾ പുറകോട്ട് പോകുവാനിടയായി. എന്നാൽ രൂത്തിന്റെ തീരുമാനം കേൾക്കണമോ? അവ എന്നോട് മടങ്ങിപ്പോകാൻ പറയരുത്. നിന്റെ ദൈവം എൻ്റെ ദൈവമാണ്. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താൽ അല്ലാതെ നാം തമ്മിൽ വേർപിരിയരുത്. അവസ്ഥയിൽ ആമേൻ പ്രവർത്തിക്കുന്ന ആമേൻ ദൈവമല്ല നമ്മുടെ ദൈവം, വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആര് വ്യവസ്ഥയിൽ ദൈവസന്നിധിയിൽ വരുന്നുവോ അവർക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ പ്രവർത്തിപ്പാൻ അവൻ ശക്തനായ ദൈവമാണ്. അവൾ പറയുകയാണ്, ഞാൻ അവൻ നിന്നോടൊപ്പം വരികയാണ്. നിന്റെ ദൈവം എൻ്റെ ദൈവം. ഇന്ന് രാത്രിയിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ നിന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവിന്റെ രാത്രിയാണ്. ഈ ദൈവം എൻ്റെ ദൈവമെന്ന് ഏറ്റെടുക്കുന്ന ദൈവമക്കളെ, ഏറ്റെടുത്ത ദൈവമക്കളെ ഒന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. ഈ ദേശനിവാസികളെ, ആമേ, ബഹുമാന്യ പ്രിയപ്പെട്ടവരെ, ഈ ദൈവം എൻ്റെ ദൈവം എന്ന് ഏറ്റെടുത്താൽ നിന്റെ തകർച്ചകൾ മാറ്റുന്ന രാത്രിയാണ്, തകർച്ചകൾ മാറുന്ന രാത്രിയാണ്. ആരോടും പുറത്തു പറയുവാൻ കഴിയാതെ ആമേ വേദന അനുഭവിക്കുന്ന ഒരു നാടിനെ ദൈവാത്മാവിന്റെ രാത്രിയിൽ കാണിക്കുകയാണ്. അനേക കുടുംബങ്ങൾ വേദനയോടായിരിക്കുന്നു. ചുറ്റുപാടുമുള്ള കുടുംബങ്ങൾ വേദനയോടുകൂടി ആയിരിക്കുന്നു. ആരും ഞങ്ങളുടെ മുറിവ് കെട്ടുമെന്ന് പറഞ്ഞ്
പറഞ്ഞ് വേദനയോടായിരിക്കുന്ന ഈ ദേശത്തോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. ഈ ദൈവം എന്റെ ദൈവമെന്ന് നീ ആയിരിക്കുന്ന സ്ഥലത്ത് ഉറക്കെ പ്രഖ്യാപിച്ചാൽ നിന്റെ അരികിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സർവശക്തനായ ദൈവം ഇന്ന് രാത്രി ഈ ദേശത്തിന്മേൽ തടുകയും കുറുകയും അവൻ നടക്കുകയാണ്. എന്നോട് മടങ്ങിപ്പോകാൻ പറയരുത്. അവൻ നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. അടർത്തി മാറ്റുവാൻ കഴിയാത്ത രീതിയിൽ ഭാവി ജീവിതം ദർശിച്ചതായ രൂത്ത് അമ്മായിയമ്മയോട് ചേർന്ന് ബേത്ലഹേമിലേക്ക് എത്തിച്ചേരുവാനിടയായി. യവക്കൊയ്ത്ത് നടക്കുന്നതായ സമയമാണ്. എല്ലാവരും കൊയ്തുകൊണ്ട് നിൽക്കുകയാണ്. അവളും കാല പെറുക്കുവാനായിട്ട് ഇറങ്ങി. എല്ലാവരും കൊയ്തുകൊണ്ട് നിൽക്കുകയാണ്. അവൾ ധനവാന്മാരെ ആശ്രയിച്ചില്ല, സാധാരണക്കാരെ ആശ്രയിച്ചില്ല, പ്രമുഖന്മാരെ ആശ്രയിച്ചില്ല. ആശ്രയിപ്പാൻ കൊള്ളാകുന്നതിന് ദൈവം അവൾക്ക് കാട്ടിക്കൊടുത്തു. അതാണ് ബോവസ്. മനുഷ്യൻ നീ ആശ്രയിക്കരുത്. സഹായം ചെയ്യുവാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും നീ ആശ്രയം വെക്കരുത്. യേശുവ പാപം ഒഴികെ സകലത്തിലും പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചത് കൊണ്ട് തന്നിൽ ആശ്രയിക്കുന്നവരെ സഹായിപ്പാൻ കഴിവുള്ള ദൈവമാണ്. ആമേൻ. സഹായിപ്പാൻ കഴിവുള്ള ദൈവം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ ട്രസ്റ്റ്, നിന്റെ ആശ്രയം യേശുവിൽ അരക്കെട്ട് ഉറപ്പിക്കുന്ന രാത്രിയാകട്ടെ. മറ്റ് പലതിലും ആശ്രയിച്ച് നിരാശപ്പെട്ടവരെ, പലതിലും ഓടി നിരാശപ്പെട്ടവരെ, അനേകം മൈലുകൾ ഓടി നിരാശപ്പെട്ടവരെ, ഒരു വിടുതലിന് വേണ്ടി ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ആമേ നിരാശയോടെ വന്ന ഈ ദേശത്തിലെ പ്രിയപ്പെട്ടവരെ, ആമേ ഇന്ന് രാത്രിയിൽ നിന്റെ വിടുതലിന് വേണ്ടി ആശ്രയിപ്പാൻ കൊള്ളാകുന്ന ഒരു യേശുവിനെ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഉയർത്തുകയാണ്. യേശു ക്രിസ്തുവിനെ ഇന്ന് രാത്രി ദേശത്ത് ഞങ്ങൾ ശക്തിയോടെ ഉയർത്തുകയാണ്. അടർത്തി മാറ്റുവാൻ കഴിയാത്ത ഭാവി ജീവിതം ദർശിച്ച രൂത്ത് ബേത്ലഹേമിലെത്തിയപ്പോൾ അവർ നിമിത്തം ബേത്ലഹേം ഇളകി മറിഞ്ഞു. കണ്ടവർ നിന്നവരും നവോമിയോട് ചോദിച്ചു, അമ്മേ നവോമി. അവൾ പറഞ്ഞ പേരിനി പറയരുത്, എനിക്ക് മാറ എന്നിട്ട് മാറയാണ് എൻ്റെ പേര്. മാറ കയ്പാണ്. അമ്മേ നവോമിയുടെ കയ്പ് മധുരമാക്കുവാനായി ആമേ ഒരു ബോവസിനെ ദൈവം കണ്ടെങ്കിൽ മനുഷ്യകുലത്തിന്റെ കയ്പ് മധുരമാക്കുവാൻ നല്ല ബോവസാകുന്ന ക്രിസ്തുവിനെ പിതാവായ ദൈവം ഉയർത്തിരിക്കുകയാണ്. നിന്റെ കയ്പിന്റെ ആഴം എത്രയുണ്ടെങ്കിലും ആ കയ്പിന്റെ ശക്തി അഴിപ്പാൻ, അവ കുടുംബങ്ങളുടെ കയ്പിന്റെ ശക്തി എത്ര ആഴമുണ്ടെങ്കിലും ആ കയ്പിന്റെ ശക്തി അഴിപ്പാൻ നല്ല ബോവസാകുന്ന ക്രിസ്തു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും ശക്തിയോടെ സ്തോത്രം ചെയ്താട്ടെ. എല്ലാ കയ്പിന്റെ ശക്തി ഇന്ന് രാത്രി അഴിയപ്പെടുകയാണ്. ഈ ദേശത്തിന്റെ കയ്പിന്റെ ശക്തിയെ അഴിക്കുകയാണ്. കുടുംബങ്ങളുടെ കയ്പിന്റെ ശക്തിയെ അഴിക്കുകയാണ്. കടന്നു വന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അനുഭവിക്കുന്ന ബിറ്റർനെസ്, നിങ്ങൾ അനുഭവിക്കുന്ന കയ്പുകൾ ഇന്ന് രാത്രി കയ്പിന്റെ ശക്തികൾ എല്ലാവരും ഇളകി മറിഞ്ഞു. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ കൂടി ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. അവൻ്റെ പേരാണ് ബോവസ്. ബോവസിന്റെ വാക്കിന്റെ അർത്ഥം അവരിൽ ശക്തിയുണ്ട്. യേശു ക്രിസ്തുവിന്റെ നിഴലായി ബോവസ് നിലകൊള്ളുകയാണ്. യേശു ക്രിസ്തു മഹാസമ്പന്നനാണ്. ബോവസ് മഹാസമ്പന്നനാണ്. യേശു ക്രിസ്തു ദയ കാണിക്കുന്നവനാണ്. ബോവസ് ദയ കാണിക്കുന്നവനാണ്. അവൻ ബോവസ് വീണ്ടെടുപ്പുകാരനാണ്. യേശു ക്രിസ്തു വീണ്ടെടുപ്പുകാരനാണ്. അവൻ ആ വയലിന്റെ മധ്യഭാഗത്തോട് കടന്നു വന്നപ്പോൾ എല്ലാവരും അവനെ നമസ്കരിച്ചു. അവനും തിരിച്ച് പ്രതിവന്ദനം ചെയ്തു. ആമേൻ. അവന്റെ വാക്കിന്റെ അർത്ഥം അവനിൽ ശക്തിയുണ്ട്. ഇന്ന് രാത്രി ഓഡിറ്റോറിയത്തിന്റെ മധ്യത്തിൽ കൂടി അവൻ കടന്നു വന്നിട്ടുണ്ട്. ഈ ദേശത്തിൽ കൂടി അവൻ നടകൊള്ളുന്നുണ്ട്. അവന് ശക്തിയുണ്ട്. ഏത് കുഴുക്കുകളും അഴിക്കുവാൻ, ഏത് ബന്ധനങ്ങളും അഴിക്കുവാൻ, ഏത് രോഗശക്തികളും അഴിപ്പാൻ. നിന്റെ വിഷയം എത്ര കഠിനമാണെങ്കിലും ആമേൻ, അതിന് പ്രശ്ന പരിഹാരം നൽകുവാൻ അവന് ശക്തിയുണ്ട്. കരങ്ങളടിച്ച ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ? അവന് ശക്തിയുണ്ട്. ആത്മാവിൽ വിളിച്ചു പറ. അവന് ശക്തിയുണ്ട്. ആത്മനിർവോടെ പറഞ്ഞോട്ടെ, അവന് ശക്തിയുണ്ട്. അവർ കടന്നു വന്നിട്ട്
രൂത്തിന്റെ അരികിൽ വന്നിട്ട് പറയുകയാണ്, മകളെ വേറൊരു വയലിൽ പോകണ്ട, കുടിക്കുവാൻ വെള്ളം ഞാൻ കോരി വെച്ചിട്ടുണ്ട്. ബാല്യക്കാരൻ നിന്നോട് തുടർന്ന് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. ബോവസ് ഇന്ന് രാത്രികാലം കടന്നു വന്നവരോട് പറയുകയാണ്, ക്ഷീണം മാറ്റുവാൻ അരികിൽ വെള്ളമുണ്ട്. ഉത്സവ ദിവസത്തിന്റെ ഒടുക്ക ദിവസം യേശു വിളിച്ചു പറയുകയാണ്, ദാഹിക്കുന്ന ഏവരും ഇച്ഛിക്കുന്ന ഏവരും ഈ വെള്ളം കുടിച്ചുകൊള്ളണം. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തുകൾ പറയും പ്രകാരം ജീവജല നദി ഒഴുകുകയാണ്. ഈ കൺവെൻഷന്റെ 3-ാം ദിവസം വിശ്വസിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തുകൾ പറയും പ്രകാരം ജീവജല നദി ഒഴുകുകയാണ്. ക്ഷീണങ്ങൾ മാറണമെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിനെ പാനം ചെയ്താൽ, പരിശുദ്ധാത്മാവിനെ പാനം ചെയ്താൽ നീ വന്നതുപോലെയല്ല, തിരിച്ചു പോകുമ്പോൾ വിടുതലോട് രാത്രി കടന്നു പോകാൻ പോകുകയാണ്. കരങ്ങൾ അടിച്ചൽപ്പം നേരം ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാണ്. ശക്തിയോടെ ദേശത്തിന് കെട്ടുകൾ അഴിയട്ടെ, ദേശത്തിന് കെട്ടുകൾ അഴിയട്ടെ ശക്തിയോടെ. നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാവിൽ പോരാടുമ്പോൾ ദേശത്തിന് വിടുതൽ വ്യാപരിക്കുകയാണ്. ചൂടന്മാർ കുടിക്കുവാൻ വെള്ളം കോരി വെച്ചിട്ടുണ്ട്, കുടിക്കുവാൻ വെള്ളം കോരി വെച്ചിട്ടുണ്ട്. ക്ഷീണം മാറുവാനായി ഇന്ന് രാത്രി നിന്റെ അരികിൽ വെള്ളമുണ്ട്. പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യണം. ഉടമസ്ഥൻ പറയുകയാണ്, ബാല്യക്കാർ തുടർന്ന് കൽപ്പിച്ചിട്ടുണ്ട്. ദേശത്ത് വ്യാപരിക്കുന്ന ശകനവാദികളോട്, മന്ത്രവാദികളോട്, ആഭിചാരകന്മാരോട് എൻ്റെ ദൈവം വിളിച്ചു പറയാണ്, എൻ്റെ ജനത്തെ തുടർന്ന്, ജനത്തെ തുടർന്ന്, ജനത്തെ തുടർന്ന്. ഇന്ന് രാത്രി ബാല്യക്കാരോട് ദൈവം കൽപ്പിക്കുകയാണ്, ഇനിയും ജനത്തെ തുടർന്ന്. ഒന്ന് സ്തോത്രം ചെയ്താണല്ലോ. ഭക്ഷണ സമയത്തിൽ അരികിലിരുത്തി കഷ്ണം ചാറ്റിൽ മുക്കി കൊടുത്തു, മലര് കൊടുത്തു, ദാനം കൊടുത്തു, പറഞ്ഞു വിട്ടു. വീട്ടിൽ വന്നപ്പോൾ അമ്മായിയമ്മ ചോദിക്കുകയാണ്, അമ്മേ നീ ചേർന്നിരുന്ന ബാല്യക്കാരൻ ഇന്ന് രാത്രി യവം തുറ്റുകയാണ്. അത് അവൻ നമ്മുടെ ചാർച്ചക്കാരനാണ്. നവോമിയുടെ അടുത്ത ചാർച്ചക്കാരനായി ബോവസ് പിറന്നതുകൊണ്ട് ജാതിക സ്ത്രീയായ രൂത്തിന്റെ വീണ്ടെടുപ്പ് ബോവസിൽ കൂടി നടക്കുവാനിടയായി. യഹൂദാ ഗോത്രത്തിൽ സ്ത്രീയുടെ സന്തതി യേശു ക്രിസ്തു ജനിച്ചതിനാൽ ജാതികളായ നമ്മുടെ വീണ്ടെടുപ്പ് യേശു ക്രിസ്തു മൂലം ഉളവാകുവാനിടയായി. Praise the Lord. അതുകൊണ്ട് നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് നീ കളത്തിൽ ചെല്ലണം. ഹല്ലേലൂയ. മലരെ തിന്നുകൊണ്ടും ദാനം അനുഭവിച്ചുകൊണ്ടും അവന്റെ മണവട്ടിയാകുകയില്ല. കുളിക്കണം, തൈലം പൂശണം, വസ്ത്രം ധരിക്കണം. കുളി സ്നാനത്തിന് നിദാനമാണ്. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവൻ മുഴുകൽ സ്നാനം പ്രാപിക്കണം, കുളിക്കണം. അവയെ കുളിച്ച് തൈലം പൂശണം, അഭിഷേകം പ്രാപിക്കണം. അവൻ വസ്ത്രം ധരിക്കണം, വിശുദ്ധ ജീവിതം ചെയ്യണം. കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് വചനപ്രകാരം ഒരുങ്ങുന്നവരെ ചേർക്കുവാൻ മണവാളൻ വരാറായി. പ്രത്യാശയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. അവൻ ഇന്ന് രാത്രി കളത്തിൽ യവം തൂറ്റുകയാണ്. കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് അവൾ കളത്തിൽ ചെന്നു പാദപീഠത്തിൽ കിടന്നുറങ്ങി. രാത്രിയിൽ ഞെട്ടിത്തിരിഞ്ഞതായ ബോവസ് തൻ്റെ പാദപീഠത്തിൽ കിടക്കുന്ന അവളോട് ചോദിക്കുകയാണ്, നീ ആരാണ്? അവൾ പറയുകയാണ്, നിന്റെ ദാസിയായ രൂത്ത്, നിന്റെ സ്നേഹമുള്ള പുതപ്പ് എൻ്റെ മേലിടണമേ. അവൻ പറഞ്ഞു, ഞാൻ വീണ്ടെടുപ്പുകാരനാണ്, പക്ഷേ എന്നേക്കാൾ അടുത്തൊരു ചാർച്ചക്കാരനുണ്ട്. അവൻ ന്യായപ്രമാണ വ്യവസ്ഥയിൽ ഒരു മനുഷ്യൻ വിവാഹം കഴിച്ച് അവൻ തലമുറയില്ലാതെ മരിച്ചുപോയാൽ അടുത്ത ചാർച്ചക്കാരൻ അവളെ വിവാഹം കഴിച്ച് തലമുറയെ ജനിപ്പിക്കണമെന്നുള്ള ദൈവീയ വ്യവസ്ഥയായിരുന്നു. അടുത്ത ചാർച്ചക്കാരന്റെ പേര് ഇവിടെ പറഞ്ഞിട്ടില്ല. ജഡത്തിന്റെ പ്രവർത്തികൾ നിമിത്തം ന്യായപ്രമാണത്തിന് സാധിപ്പിക്കുവാൻ കഴിയാഞ്ഞതിനെ സാധിപ്പിക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തമായി ഈ പാരിടത്തിലേക്ക് അയക്കുവാനിടയായി. അളന്നുകൊടുത്തു, ആരിടം കഴിയവൻ അളന്നുകൊടുത്തു. ആമേ. വീണ്ടെടുപ്പുകാരൻ നിന്നെ വീണ്ടെടുത്തില്ല എങ്കിൽ ഞാൻ നിന്നെ വീണ്ടെടുക്കാം. ആമേ. പട്ടണവാതിൽക്കൽ യഥാർത്ഥ വീണ്ടെടുപ്പുകാരൻ നടന്നുപോയി.
അവൻ ബോവസ് വിളിച്ചു പറഞ്ഞു, എടോ അവൻ ഇതാ അവൻ നവോമിയുടെ വയൽ വിൽക്കുന്നു, ദാ ഈ രൂത്തിനെ കണ്ടോ, നിനക്ക് വീണ്ടെടുപ്പാൻ മനസ്സുണ്ടോ? പുറജാതിയായ സ്ത്രീയായി രൂത്ത് നിൽക്കുകയാണ്. ഒരു അമോന്യനും മോവാബിനും ഒരു നാളും ദൈവസന്നിധിയിൽ പ്രവേശിക്കരുത്. ഹീനമായ കുടുംബം. രാഘാവിത നിൽക്കുന്നു, താമർ നിൽക്കുന്നു, ബേത്ശേബ നിൽക്കുന്നു, രാഘവ നിൽക്കുന്നു, അവൻ രൂത്ത് നിൽക്കുന്നു. കുലഹീനമായ കുടുംബത്തെ ആര് വീണ്ടെടുക്കും? അവൻ രാഘാവ്. അവൻ സ്തോത്രം. ഇവരുടെ കുടുംബ പശ്ചാത്തലം അവൻ പൊതുസഭയിൽ പറയുവാനൊക്കത്തില്ല. അവൻ കുലഹീനമായ രൂത്ത് നിൽക്കുകയാണ്. ന്യായവതിയുടെ കടോരകൾക്കും ന്യായവതി പട്ടണത്തിലേക്ക് ആഞ്ഞടിച്ചപ്പോൾ അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ വിടുവിച്ച ദൈവം അവൻ ബന്ധപ്പെടുത്തി അടുത്തുള്ള പട്ടണത്തിലേക്ക് വലിച്ചിടച്ചോണ്ട് പോയപ്പോഴും ഒരുവൻ തിരിഞ്ഞു നോക്കി. കരുണാസമ്പന്നനായ ദൈവം മനസ്സലിഞ്ഞ് 2 പെൺകുഞ്ഞുങ്ങളെയും അവൻ വലിച്ചിടച്ച ദൂതന്മാർ അവൻ രക്ഷപ്പെടുത്തി. 2 പെൺകുഞ്ഞുങ്ങളും അവർ ചിന്തിച്ചു, ഭൂതലത്തിൽ പുരുഷ പ്രജ ഇല്ല, അതുകൊണ്ട് ഇത് ലഹരി കൊടുത്ത് വീഞ്ഞു കൊടുത്തു അപ്പനെ കുടിപ്പിച്ച് മദ്യലഹരിയിൽ സ്തോത്രം തുടർന്ന് സ്തോത്രം ഇത് പിറന്നു വീണതായ 2 പെൺകുഞ്ഞുങ്ങൾക്ക് പിറന്നു വീണ ജാരസന്ധികൾ അമോനിയർ, മോവാബിയ കുടുംബം. ആ കുടുംബത്തിൽപ്പെട്ടതായ രൂത്ത് നിൽക്കുകയാണ്. ഈ രൂത്തിനെ ആര് വീണ്ടെടുക്കും? അവൻ യഥാർത്ഥ വീണ്ടെടുപ്പുകാരൻ പറഞ്ഞു. അവൻ 4 യോഗ്യതകൾ അവൻ ബോവസിനുണ്ടായിരുന്നു. എന്നാൽ 3 യോഗ്യതകൾ അവൻ യഥാർത്ഥ വീണ്ടെടുപ്പുകാരനുണ്ടായിരുന്നു. അവൻ ഒരു യോഗ്യത, തൻ്റെ അവകാശം ത്യജിക്കുവാൻ മനസ്സില്ലാത്ത 3 അവൻ യോഗ്യതയുള്ളതായ അടുത്ത ചാർച്ചക്കാരൻ വഴിമാറുവാനിടയായി. 4 യോഗ്യതയുള്ള അവൻ ബോവസാകട്ടെ സകലതും ത്യജിച്ച് അവളെ വീണ്ടെടുക്കുവാൻ മനസ്സാകുവാനിടയായി. മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാനായി 4 യോഗ്യതയുള്ളതായ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു അവൻ ജഡവാധാരം ചെയ്ത് മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാൻ ഈ മണ്ണിലേക്ക് വരുവാനിടയായി. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. രൂത്തിന്റെ പുസ്തകത്തിൽ 4 യോഗ്യതകൾ യഥാർത്ഥ വീണ്ടെടുപ്പുകാരന് വേണമായിരുന്നു. 1, അവൻ അടുത്ത ചാർച്ചക്കാരനായിരിക്കണമായിരുന്നു. അസംഭവമാകുന്ന കാര്യമാണ് ക്രിസ്തു മനുഷ്യന്റെ ചാർച്ചക്കാരായി തീരുക, ദൈവം മനുഷ്യനായി തീരുക. യേശു ക്രിസ്തു ദൈവവും അവൻ നാം മനുഷ്യരുമാണ്. യേശു ക്രിസ്തു സൃഷ്ടാവും നാം സൃഷ്ടിയുമാണ്. അവൻ സർവശക്തനായ ദൈവം അവൻ മനുഷ്യനായി തീരുക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണത്. ആ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നടക്കുവാനിടയായി. ദൈവം മനുഷ്യനായി സാർവത്രിക പിതാവായി ഇരുന്നവൻ സാർവത്രിക സഹോദരനായി തീരുവാനിടയായി. അവൻ ദൈവത്തിന് അവൻ അസ്ഥിയും മാംസവുമില്ല. അവൻ ദൈവം ജഡരക്തങ്ങളോട് കൂടിയായവനെങ്കിൽ മാത്രമേ അവൻ ജഡരക്തങ്ങളോട് കൂടിയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് സർവശക്തനായ ദൈവം, അവൻ സർവവ്യാപിയായ ദൈവം, സർവശക്തനായ ദൈവം, അവൻ സാർവത്രിക പിതാവായവൻ സാർവത്രിക സഹോദരനായി ജഡാവതാരം ചെയ്ത് അവൻ ഇതാ അടുത്ത ചാർച്ചക്കാരായി ക്രിസ്തു തിരുവാനിടയായി. നമുക്ക് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ മനുഷ്യനെ വീണ്ടെടുക്കുവാനായിട്ട് അവൻ മനസ്സുണ്ടാകണം. 2ാമത് മനസ്സുണ്ടാകണം. അവൻ യഥാർത്ഥ വീണ്ടെടുപ്പുകാരന് മനസ്സില്ലായിരുന്നു. എന്നാൽ ബോവസാകട്ടെ അവൻ രൂത്തിനെ വീണ്ടെടുക്കുവാൻ മനസ്സുണ്ടായിരുന്നു. മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ക്രിസ്തുവിന് മനസ്സുണ്ടായിരുന്നു. ദൈവ ഇഷ്ടം തൻ്റെ ഇഷ്ടമാക്കി മാറ്റിയ ക്രിസ്തുവിൻ്റെ ഹൃദയം മുഴുവനും മനുഷ്യനെ വീണ്ടെടുക്കുക എന്നുള്ളതായിരുന്നു. അവൻ യെരുശലേമിലേക്ക് പോകുവാൻ മനസ്സുറപ്പിച്ചു. മനുഷ്യൻ
ആമേൻ ഒരുക്കി വെച്ച മരക്കുരിശ് കണ്ടുകൊണ്ട് ആമേൻ അത് മനസ്സിലായിട്ടും ആമേൻ മനസ്സോടെ അവൻ യെരുശലേമിലേക്ക് പോകുവാനായി അവൻ മനസ്സുറപ്പിച്ചു. അവൻ തനിക്കുള്ളതെല്ലാം ത്യജിക്കുവാനായി മനസ്സുറപ്പിച്ചു. താൻ സൃഷ്ടിച്ച സൂര്യചന്ദ്രാദി നക്ഷത്രഗോളങ്ങളെയും പ്രപഞ്ചത്തെയും ഒക്കെ സൃഷ്ടിച്ചിട്ട് മനുഷ്യനെ ഓർക്കുവാൻ എന്തുള്ളൂ എന്ന് ചിന്തിച്ച മനുഷ്യന് വേണ്ടി ആമേൻ അവൻ ദൈവരൂപത്തിരിക്കെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത ദാസനായി ഈ പാരിടത്തിലേക്ക് വന്നു. സകലതും ത്യജിപ്പാൻ മനസ്സുണ്ടായിരുന്നു. ആമേൻ അവന്റെ ദൈവത്വം ത്യജിപ്പാൻ മനസ്സുണ്ടായിരുന്നു. അവന്റെ ദൈവത്വം പരിത്യജിച്ചു. അവൻ സ്വർഗാദി സ്വർഗങ്ങളിൽ മടങ്ങാത്ത ദൈവം ആമേൻ സകലതും പരിത്യജിച്ച് മനുഷ്യനായി ദാസനായി ആമേൻ ഈ ആമേൻ മനുകുലത്തിലേക്ക് വന്നു. കൂടാരമടിച്ചു നമ്മുടെ ഇടയിൽ പാർത്തു. ആമേൻ നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന മഹാസമ്പന്നനായ കർത്താവ് അവൻ ആരാധനയ്ക്കും പുകഴ്ചയ്ക്കും അവൻ ആരാധിപ്പാൻ യോഗ്യനായ ദൈവമാണവൻ. മൂന്നാമത്തെ കാര്യം, സമ്പന്നനായിരിക്കണം. വീണ്ടെടുക്കുവാൻ സമ്പന്നനായിരിക്കണം. അനേകം മണിക്കൂറുകൾ നിന്ന് സാവധാനം സവിസ്താരമായി സംസാരിക്കപ്പെടേണ്ട വിഷയമാണ് യേശുവിൻ്റെ രക്തത്തിലുള്ളതായ വീണ്ടെടുപ്പ് എന്നുള്ള വിഷയം. ഈ വിഷയത്തിൻ്റെ കാൽഭാഗം പോലും ഇന്ന് രാത്രി പറയുവാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല എങ്കിലും അവയാകുന്നിടത്തോളം പറഞ്ഞ് പ്രാർത്ഥനയോടുകൂടി ഈ വിഷയം അവസാനിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മൂന്നാമത്, സമ്പന്നനായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഈ ഭാരതത്തിൽ അനേക സമ്പന്നന്മാർ വന്നിട്ടുണ്ട്, ദശരഥന്മാര്, 10 രഥമുള്ളവര്. എന്നാൽ എൻ്റെ ദൈവത്തിന് രഥം 1000 കോടി രഥവുമുള്ളവനാണ് നമ്മുടെ കർത്താവ്. മഹാസമ്പന്നനാണ് കർത്താവ്. അവൻ സകലത്തും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതില്ല. എല്ലാം ഉളവായത് അവനായിട്ടും അവന് വേണ്ടിയുമാണ്. സകലതും ഉളവായ മഹാസമ്പന്നനാണ് നമ്മുടെ കർത്താവ്. മഹാസമ്പന്നനായ കർത്താവ് അവൻ ദരിദ്രനായി തീർന്ന കൃപ. മഹാസമ്പന്നനായ കർത്താവ് നമ്മെ സമ്പന്നരാക്കി തീർക്കുവാൻ അവൻ ദരിദ്രനായി തീർക്കുവാനിടയായി. ക്രൂശിൽ ആരോരുമില്ലാത്തവനായി തീർന്നു. തലചായ്പാനിടമില്ലാതിരുന്നു. ഭുവനമാകെ ചമച്ചവൻ, പ്രപഞ്ചം മുഴുവനും ചമച്ചവൻ, ഒരു വാക്കുകൊണ്ട് ഈ യൂണിവേഴ്സിനെ മുഴുവനും അവൻ ഉരുവാക്കിയവൻ, ഈ പ്രപഞ്ചത്തെ മുഴുവനും ഉണ്ടാക്കിയവൻ, മനുഷ്യനെ നിർമ്മിച്ചവൻ, എല്ലാം ഉളവാക്കിയവൻ, ഭുവനമാകെ ചമച്ചവന് തലചായ്പാനൊരിടമില്ലാതായി, അവൻ പാർക്കുവാനൊരിടമില്ലാതായി. ക്രൂശിൽ ആരോരുമില്ലാത്തവനായി 2 കള്ളന്മാരുടെ മധ്യ ആരോരുമില്ലാത്തവനായി, തലചായ്പാനിടമില്ലാത്തവനെ സ്വന്തം തോളിൽ തലചായ്ച്ചവനായി ക്രൂശിൽ കിടക്കുമ്പോൾ, ഈ ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തു ഏതെങ്കിലും ഉടമസ്ഥനാണോ ഇവനെന്ന് അവൻ ചിന്തിക്കുവാനിടയാകും. അവൻ സകലത്തിന്റെ ഉടമയായവൻ, അവൻ ദരിദ്രനായി തീർന്നു നമ്മെ സമ്പന്നരാക്കുവാൻ കടന്നു വന്ന മഹാസമ്പന്നനാണ് നമ്മുടെ കർത്താവ്. ആരാധനയ്ക്ക് യോഗ്യനായ അവൻ മാത്രമാണ്. കരങ്ങളടിച്ച ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാൻ 4ാം യോഗ്യത, സകല അവകാശങ്ങളും പരിത്യജിക്കുവാൻ മനസ്സുണ്ടായിരിക്കണം. രൂത്തിന്റെ യഥാർത്ഥ വീണ്ടെടുപ്പുകാരന് ആമേൻ 3 യോഗ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷെ 4ാം യോഗ്യത അവനില്ലായിരുന്നു. 4ാം യോഗ്യത പരിത്യജിക്കുവാൻ മനസ്സില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ പരിത്യജിക്കാൻ മനസ്സില്ലാത്ത അവൻ വഴിമാറിപ്പോകുവാനിടയായപ്പോൾ അവൻ സകലതും ത്യജിപ്പാൻ, സകല അവകാശങ്ങൾ ത്യജിപ്പാൻ മനസ്സുള്ളവനാണ് നമ്മുടെ കർത്താവ്. തൻ്റെ ദൈവത്വം പരിത്യജിക്കുവാനിടയായി സകലതും പരിത്യജിച്ച് ഇറങ്ങി
ഇറങ്ങി വന്ന കർത്താവ് അവൻ നമുക്ക് വേണ്ടി യാഗമായി തീരുവാൻ മനസ്സുള്ളവനായിരുന്നു. ഒന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. എനിക്ക് ഈ വിഷയങ്ങൾ മണിക്കൂറിന് സംസാരിച്ച് തെളിയിക്കണമെന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഒന്ന് വീണ്ടെടുപ്പുകാരൻ ആരാണ്? പ്രിയനായവനിൽ ആമേൻ നമ്മെ വീണ്ടെടുക്കുവാനിടയായി. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ക്രിസ്തുവാണ്. വീണ്ടെടുപ്പ് മനുഷ്യൻ വീണ് കഴിഞ്ഞ് ഉണ്ടാക്കിയതായ സ്വത്വരമായ ഒരു പദ്ധതിയല്ല വീണ്ടെടുപ്പ്. മനുഷ്യൻ വീഴുന്നതിന് മുൻപേ, മനുഷ്യ സൃഷ്ടിക്ക് മുൻപേ ആമേൻ മനുഷ്യൻ വീഴുമെന്നറിഞ്ഞിട്ടും അവന് വേണ്ടി ആമേൻ ഒരു കുഞ്ഞാടിനെ ദൈവം വേർതിരിക്കുവാനിടയായി. എന്തുകൊണ്ടാണ് അവൻ മനുഷ്യന് വേണ്ടി കുഞ്ഞാടിനെ വേർതിരിച്ചത്? അത് കൃപ എന്ന് പറയാനല്ലാതെ മറ്റൊരു വാക്കതിനില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവൻ മനുഷ്യനെ സൃഷ്ടിക്കുന്ന മുൻപ് അവൻ വീണു പോകുമെന്ന് സർവശക്തനായ ദൈവത്തിന് അറിയാമായിരുന്നു. അവൻ ഒരു ആക്സിഡന്റ്, ഒരു ട്രെയിൻ ആക്സിഡന്റ്, അപകടം ഉണ്ടായി കഴിഞ്ഞല്ല ഒരു ഹോസ്പിറ്റൽ സജ്ജമാകുന്നത്. അത് അപകടമുണ്ടാകുന്ന മുൻപ് സഞ്ചരിക്കുന്ന അതിവേഗത്തിൽ ചീറിപ്പാഞ്ഞു വരുന്ന ഒരു ട്രെയിൻ, ഹോസ്പിറ്റൽ ട്രെയിൻ, ഡോക്ടേഴ്സ്, നേഴ്സസ്, അവൻ മരുന്നുകൾ അടങ്ങുന്ന ഒരു ടീമിനെ സജ്ജമാക്കിയിട്ടുണ്ട്. അപകടം കഴിഞ്ഞല്ല, അപകടത്തിന് മുൻപാണ് അത് ഒരുക്കപ്പെടുന്നതെങ്കിൽ അവൻ മനുഷ്യൻ വീഴുന്നതിന് മുൻപേ ഒരുക്കിയ ശക്തമായ പദ്ധതിയാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ വീണ്ടെടുപ്പുകാരൻ. അവൻ എഫെസ്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ ഒന്ന് വീണ്ടെടുപ്പുകാരൻ, രണ്ട് വീണ്ടെടുക്കപ്പെട്ടവർ. ഓരോ വാക്കുകൾ പറഞ്ഞ് മാത്രം ഞാൻ മുന്നോട്ട് പോകാം. ആരെയാണ് വീണ്ടെടുത്തത്? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവർ, ലോകത്തിൽ സാത്താനെ അനുസരിച്ച് നടന്നവർ, ആമേൻ ഇതാ നിഷേധാത്മക വെളിച്ചത്തിൽ ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവർ, ലോകത്തിൽ ദൈവമില്ലാത്തവർ, വാക്തത്വങ്ങൾക്ക് മന്നരും പരദേശികളുമായി ആമേൻ നടന്ന ഹീന മനുഷ്യനെ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സകല ദുഷ്ടതകളും ചെയ്ത ഹീന മനുഷ്യനെയാണ് അവൻ വീണ്ടെടുക്കുവാനായി കടന്നു വന്നത്. ഒന്ന് സ്തോത്രം ചെയ്താടറിയ. വീണ്ടെടുപ്പിന് കൊടുത്ത വില എന്താണെന്നറിയാമോ? എന്താ വീണ്ടെടുപ്പിന് കൊടുത്ത വില? ആമേൻ, ആമേൻ. അതിക്രമങ്ങളാലും മരിച്ചവരെ വീണ്ടെടുത്തത് അവന്റെ രക്തത്താൽ, അവന്റെ രക്തത്താൽ. യേശുവിന്റെ രക്തമാണ് വീണ്ടെടുപ്പിന് വില. അതിൻ്റെ ഒരു നിഴൽ ചിത്രം പുറപ്പാട് 12 കാണുന്നുണ്ട്. അബീബ് മാസം 4-ാം തീയതി വേർതിരിച്ച കുഞ്ഞാടിനെ 10-ാം തീയതി അറക്കുകയാണ്. അതിൻ്റെ രക്തം കട്ടൽക്കാൽമേലും കുറുമ്പടിമേലും തളിക്കുകയാണ്. രക്തം അടയാളമിട്ട് അകത്തിരിക്കുന്ന വ്യക്തികളും അവൻ ഭവനം വിട്ട് പുറത്തു പോകരുത്. രക്തം തളിക്കാതെ അകത്തിരുന്ന് വേദപുസ്തകം വായിച്ചത് രക്ഷപ്പെടുകയില്ല. കുഞ്ഞാടിന്, യേശു ക്രിസ്തുവിന് രക്തം അടയാളമില്ലാതെ എത്ര ക്രൂസൈഡ് നടത്തിയാലും, എത്ര സുവിശേഷ പ്രസംഗം നടത്തിയാലും ആമേൻ നീ സംഹാരകന്റെ മുൻപിൽ നിന്ന് വീഴുവാനിടയാകും. യേശുവിൻ്റെ രക്തമടയാളമില്ലാതെ എത്ര സൽപ്രവർത്തികൾ കാണിച്ചാലും, അവൻ എത്ര നല്ല പ്രവർത്തികൾ കാണിച്ചാലും, അവൻ എപ്പോഴും വേദപുസ്തകം വായിച്ചാലും ഒരിക്കലും നീ രക്ഷപ്പെടുകയില്ല. ഒന്നുകൂടെ പരസ്യമായി ഞാൻ പ്രഖ്യാപിക്കട്ടെ, യേശുവിൻ രക്തത്തിന്റെ അകത്തില്ലാത്തതായ പ്രസംഗങ്ങളും യേശുവിൻ രക്തത്തിന്റെ അകത്തില്ലാത്ത സുവിശേഷ പ്രസംഗങ്ങൾ നടത്തിയ നീ ഛേദിക്കപ്പെടും. യേശുവിൻ രക്തത്തിൽ ആയിക്കൊള്ളണം. യേശു ക്രിസ്തുവിനെ സുവിശേഷം ശക്തമായി ഉദ്ഘോഷിക്കണം. പ്രമാണം ലംഘിച്ച് അവയെ ഉപദേശങ്ങൾ പറഞ്ഞ് ജനത്തെ വഞ്ചിക്കുന്നവരോട് ഇന്ന് രാത്രി ദൈവാത്മാവിനെ താക്കീത്, നീ സംഹാരകന്റെ മുൻപിൽ നീ പെട്ടുപോകും. യേശുവിന്റെ രക്തത്തിൽ നീ മറഞ്ഞുകൊള്ളണം. യേശുവിന്റെ രക്തം. അങ്ങനെ ആമേൻ അവർ വിടുതൽ പ്രാപിച്ചു. സ്വാതന്ത്ര്യം മുത്തമിടാൻ ആഗ്രഹിച്ചതായ ഇസ്രായേൽ ജനം
അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ ഒരു രാത്രിയിൽ വിമോചിതരായി പുറത്തു വരുവാനിടയായി. തുടർന്ന് യാഗവിധികൾ നോക്കുകയെ, അരശേക്കൽ വെള്ളി കൊടുത്ത് മറുവില കൊടുക്കാം. എന്താ മറുവില? സഹോദരൻ ജീവിച്ചിരിക്കേണ്ടതിന് ആമേൻ അവന് വേണ്ടി വീണ്ടെടുപ്പാൻ മറുവില കൊടുക്കണം. ആമേൻ ജീവിച്ചിരിക്കേണ്ടതിന് മറുവില കൊടുക്കണം. അതിനാണ് അരശേക്കൽ വെള്ളി. ഈ വെള്ളി കൊടുക്കുമ്പോൾ പുസ്തകത്തിൻ്റെ അകത്ത് പേരെഴുതും. പണ്ടൊരിക്കൽ ഒരു ഉപദേശി സ്വർഗത്തിൽ ചെന്നപ്പോൾ ദൂതൻ പറഞ്ഞു, എങ്ങോട്ട് പോവുക? അദ്ദേഹം പറഞ്ഞു, ഞാൻ യേശുവിനെ കാണാൻ വന്നതാ. അത് ശരി. ആമേൻ. ദൂതൻ അങ്ങോട്ടൊന്ന് മാറി നീക്കി, എനിക്ക് യേശുവിനെ കാണണം. ദൂതൻ വിടുവോ? ദൂതൻ പറഞ്ഞ, ആ പുസ്തകം ഞാൻ എടുത്തോണ്ട് വരട്ടെ, പുസ്തകത്തിനകത്ത് അങ്ങയുടെ പേരുണ്ടോ എന്ന് നോക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, ഏത് പുസ്തകമാ? അത് ജീവന്റെ പുസ്തകം. അദ്ദേഹം പറഞ്ഞു, ഉപദേശി പറഞ്ഞു, 7:45 ക്രൂസൈഡ്, ആമേൻ, അതിനെപ്പറ്റി സംസാരിക്കുന്ന തിരുവചനങ്ങൾ റേഡിയോ പ്രഭാഷണം എൻ്റേതാ. 7:45 റേഡിയോ പ്രഭാഷണം എൻ്റേതാ. പിന്നെ ഞാൻ ഒരുപാട് ക്രൂസൈഡൊക്കെ നടത്താറുണ്ട്. ദൂതൻ പറഞ്ഞു, ഇവിടെ റേഡിയോ ഇല്ല, ടെലിവിഷനുമില്ല, പുസ്തകത്തിനകത്ത് പേരുണ്ടോ നോക്കട്ടെ. പുസ്തകത്തിനകത്ത് പേരെഴുതിയാൽ ശരിക്ക് ജീവിച്ചില്ലെങ്കിൽ പുസ്തകത്തിനകത്ത് പേര് മാഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. രക്ഷിക്കപ്പെട്ട് ജയജീവിതം ചെയ്തില്ല എങ്കിൽ പുസ്തകത്തിനകത്ത് പേര് മാഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇന്ന് രാത്രിയിൽ കടന്നു വന്നവരെ, ശ്രോതാക്കളെ, ജീവപുസ്തകത്തിനകത്ത് പേരുണ്ടോ? യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്തവർ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ കർത്താവിനെ ഇന്ന് രാത്രിയിൽ അംഗീകരിച്ചാൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുന്ന രാത്രിയാണ്. ചിലവരുടെ പേരുകൾ ദൈവം ഇന്ന് രാത്രി എഴുതുവാൻ പോകുകയാണ്. വിശ്വാസത്തോടെ സ്തോത്രം ചെയ്താടറിയ. അരശേക്കൽ വെള്ളി കൊടുത്ത് അവൻ വീണ്ടെടുപ്പ് നടത്തണമായിരുന്നു. തുടർന്ന് അവൻ സ്തോത്രം ഒരു മനുഷ്യന്റെ പാപത്തിനു വേണ്ടി അവൻ അറിയാത്തൊരു കുഞ്ഞോടറുക്കപ്പെടുന്നു. അതിന് രക്തവും അതിന് മാംസം ചുടുമ്പോൾ അവൻ പാപവിമോചിതനായി അവൻ പുറത്തു വരുന്നു. തുടർന്ന് ആമേൻ സ്തോത്രം 2 ആടുകളെ വേർതിരിക്കുന്ന യാഗവിധിയുണ്ട്. അവൻ മഹാപാപ പരിഹാര ദിവസം 2 ആടിനെ വേർതിരിക്കും. ഒന്ന് യഹോവയ്ക്കും അസലേലിന് വേണ്ടി വേർതിരിക്കപ്പെടുന്ന കുഞ്ഞാട്, യഹോവയ്ക്ക് വേണ്ടി വേർതിരിക്കുന്ന കുഞ്ഞാടിന് മേൽ പാപങ്ങൾ ചുമത്തും. ഒരു കുഞ്ഞാടിന് മേൽ പാപം ചുമത്തി മരുഭൂമിയിൽ പറഞ്ഞു വിടും. പാപം വഹിക്കുന്ന കുഞ്ഞാട് മരുഭൂമിയിൽ ചെന്ന് തലയടിച്ച് പാറക്കെട്ടുകൾ തലയടിച്ച് പിടഞ്ഞു മരിക്കുമായിരുന്നു. അവൻ ഈ യാഗവിധികൾ കൊണ്ട് ഒരു കാര്യവും നടക്കുന്നില്ല എന്ന് തിരുവചനം പറയുകയാണ്. ഹല്ലേലൂയ. അവൻ വെള്ളിയും പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ, ഈ യാഗവസ്തുക്കളൊന്നും മനുഷ്യന്റെ പാപപരിഹാരം നടന്നില്ല എന്ന് പുതിയ നിയമം വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി, പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, നിഷ്കളങ്കവും നിർമ്മലവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താലാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ട് ആമേൻ അഴിയാത്ത ആത്മാവിനെ വീണ്ടെടുക്കുവാൻ കഴിയുമോ? അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ട് അഴിയാത്ത ജീവന്റെ വീണ്ടെടുപ്പ് നടക്കുമോ? അതുകൊണ്ട് അഴിയാത്ത വസ്തു വേണം. ഹല്ലേലൂയ. ഞാൻ ചുരുക്കമായി പറയട്ടെ ദൈവമക്കളെ, അഴിയാത്ത വസ്തുവായ യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് അഴിയാത്ത ആത്മാവിനെ വീണ്ടെടുക്കുവാൻ അവന്റെ അവസാന തുള്ളി രക്തം നമുക്ക് വേണ്ടി ഊറ്റിത്തരുവാനിടയായി. ശംഭരാപതിരുപനിയാകം നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. വീണ്ടെടുപ്പിന്റെ വില, ആമേൻ, വീണ്ടെടുപ്പിന്റെ കാരണം, വീണ്ടെടുപ്പിന്റെ ഫലം ഞാൻ ചുരുക്കമായി ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ആമേൻ. ആരെയാണ് വീണ്ടെടുത്തത്?
അവൻ വീണ്ടെടുപ്പിൻ്റെതായ വില, വീണ്ടെടുപ്പിന്റെ കാരണം, വീണ്ടെടുപ്പിന്റെ ഫലം. എന്താ വീണ്ടെടുപ്പിന്റെ കാരണം? ആമേ സ്തോത്രം. ദൈവിക വ്യവസ്ഥയായിരുന്നു വീണ്ടെടുപ്പിന്റെ കാരണം. ആമേ സ്വർഗത്തിലും ഭൂമിയിൽ ഉള്ളതും ഒന്നായി തീരണം, അതാണ് അതിന്റെ വ്യവസ്ഥ. ആദാമിലെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ക്രിസ്തുവിൽ സകലതും മടങ്ങി വന്നു, അതാണ് അതിന്റെ വ്യവസ്ഥ. ഒന്ന് സ്തോത്രം ചെയ്തറിയ. വീണ്ടെടുപ്പിന്റെ ഫലം എന്താണ്? അതിക്രമങ്ങളിലും പാപങ്ങളും മരിച്ചവരായ നമ്മെ അതിക്രമങ്ങളുടെ മോചനം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാനത് വിവരിക്കുന്നില്ല. രണ്ടാമത്തത് ജ്ഞാനവും വിവേകവും. ഒന്ന് അതിക്രമങ്ങളുടെ മോചനം, രണ്ട് സ്തോത്രം ജ്ഞാനം. എന്താ ജ്ഞാനം? ദൈവത്തെ പറ്റിയുള്ള ജ്ഞാനം. മനുഷ്യന്റെ വീഴ്ച, മനുഷ്യന്റെ വീണ്ടെടുപ്പ്, തേജസ്കരണം, കർത്താവിന്റെ മടങ്ങി വരവ്, നിത്യത. ഇന്ന് ഈ ലോകം അതിന്റെ നിലയിൽ വഷളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. താളം തെറ്റിയ പോക്കാണ്. ഇന്ന് ഈ ലോകത്തിന്റെ അധിപതി പിശാചാണ്. എന്നാൽ ക്രിസ്തു വന്ന് അവനെ നീക്കിക്കളയുവാനിടയാകും. ഭരണം അതിന്റെ നിലയിൽ കടന്നു വരുവാനിടയാകും. കർത്താവ് കടന്നു വരുവാനിടയാകും. സ്തോത്രം. 7 വർഷത്തെ മണിയറവാസം ഉണ്ടാകും. തുടർന്ന് അവൻ സാത്താനെ ബന്ധിക്കുകയാണ്. 1000 ആണ്ട് വാഴ്ച ഇവിടെ നടക്കും. തുടർന്ന് സാത്താനെ കെട്ടഴിച്ചുവിടും. അവൻ ശക്തിയോടെ കർത്താവിനെതിരായിട്ട് വരും. അവനെ പിടിച്ച് ബന്ധിച്ച് അവൻ വെള്ള സിംഹാസനത്തിൽ കൊണ്ടുവരും. സ്തോത്രം. ഇതെല്ലാം നീങ്ങിപ്പോകും പ്രിയമുള്ളവരെ. പുതിയ ആകാശം, പുതിയ ഭൂമിയും അതിന്റെ ക്രമത്തിൽ വരും. പിന്നെ നിത്യത തുടങ്ങുകയാണ്. സ്തോത്രം ചെയ്താടലുയ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാടലുയ. വീണ്ടെടുപ്പിന് ഒരു സ്ഥലമുണ്ടായിരുന്നു. വീണ്ടെടുപ്പിന് ഒരു സ്ഥലമുണ്ടായിരുന്നു. എവിടെയാ സ്ഥലം? മോവാബ്യ സ്ത്രീയായ രൂത്തിനെ വീണ്ടെടുത്ത സ്ഥലം പട്ടണവാതിൽക്കൽ വെച്ചായിരുന്നു. മനുഷ്യനെ വീണ്ടെടുത്ത സ്ഥലം ഏതാണ്? കാൽവറി ക്രൂശ്, ഗോൽഗോത്ത മല. പാപത്തിന് ശിക്ഷ വിധിച്ച സ്ഥലമാണ് ഗോൽഗോത്ത. യേശു ക്രിസ്തുവിനെ പിടിച്ച് വലിച്ച് തൂണിനോട് ചേർത്തവർ ബന്ധിച്ചു. ഒട്ടകത്തിന്റെ തോലുണക്കി നാരായി കീറിയെടുത്ത് എല്ലിൽ കഷ്ണങ്ങളും ചൂണ്ടകളും കെട്ടി കെട്ടപ്പെട്ട് കിടക്കുന്ന യേശുവിനെ അവർ അടിപ്പാനിടയായി. ആഴ്ന്നിറങ്ങുന്ന ചൂണ്ടകളും എല്ലിൻ കഷ്ണങ്ങളും ആഴത്തിലേക്ക് ഇറങ്ങി ചുഴറ്റി വലിക്കുമ്പോൾ ഉഴവ് ചാലുകൾ പോലെ ശരീരം കീറി മുറിഞ്ഞു. സ്തോത്രം. കവൾ തടങ്ങുന്ന രോമം വലിച്ചു വീഴുവാനിടയായി. മുഷ്ടി ചുരുട്ടി കർത്താവിനെ ഇടിപ്പാനിടയായി. ഒരു തൂണിനോട് ചേർത്ത് ബന്ധിച്ചു. ഒട്ടകത്തിന്റെ തോൽ ഉണക്കി നാരായി കീറിയെടുത്ത ഈയക്കെട്ടികളും മുൾക്കൊളുത്തുകളും എല്ലിൻ കഷ്ണങ്ങളും കെട്ടി ചട്ടവാറുണ്ടാക്കി യേശുവിനെ അടിക്കുമ്പോൾ യെശയ്യാവ് പ്രവചിച്ചു. ഉഴുതു മറിക്കുന്നവർക്ക് എന്റെ മുതുക് കാണിച്ചു കൊടുത്തു. എന്റെ മുതുക് കാണിച്ചു കൊടുത്തു. കർഷകർ കലപ്പ ഏന്തി തരിശു നില ഉഴുതു മറിക്കുന്ന പോലെ എന്റെ ശരീരം ഉഴുതു മറിച്ചു. ഇന്ന് രാത്രി കടന്നു വന്നവരെ, ആ ഉഴുതു മറിച്ച പാടിന്റെ പേരാണ് അടിപ്പടർ. അടിപ്പടർ, അടിപ്പടർ. അവന്റെ അടിപ്പിടരാൽ സൗഖ്യമുണ്ട്. ഇന്ന് രാത്രി അടിപ്പിടന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുകയാണ്. ഇത്തൽ പോലെ നിന്റെ ശരീരത്തിന്മേൽ കാർന്നുന്ന രോഗശക്തികൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുകയാണ്. ക്യാൻസർ അഴിഞ്ഞു മാറുകയാണ്. പൈശാചിക ബന്ധനങ്ങൾ അഴിയുകയാണ്. അന്യായ ശക്തികൾ അഴിയുകയാണ്. ദുർശക്തികൾ അഴിയുകയാണ്. അടിപ്പടന്റെ ശക്തി, അവന്റെ അടിപ്പടരാൽ ശക്തിയോട് അല്പനേരം എല്ലാവരും പോരാടിക്കാണ്. ശക്തിയോടെ കരങ്ങളടിച്ച് അവന്റെ അടിപ്പണരാൽ സൗഖ്യമുണ്ട്. ഈ ദേശത്തിന് സൗഖ്യമുണ്ട്. കുടുംബങ്ങളായിരിക്കുന്നവർക്ക് സൗഖ്യമുണ്ട്. അനേക വൈദ്യന്മാരെ ശരണം പ്രാപിച്ചിട്ടും സൗഖ്യമില്ലാത്ത നിന്റെ വിഷയത്തിൽ ഇന്ന് രാത്രി അടിപ്പണന്റെ ശക്തി വ്യാപരിക്കുകയാണ്. ഇന്ന് രാത്രി കടന്നു വന്നവരുടെ മേൽ ശക്തിയോടെ അരച്ചാണ്. എല്ലാവരും ശക്തിയോടെ ആരാച്ചാട്ടെ. ഹല്ലേലൂയ. അവനെ അടിപ്പിടരാൻ സൗഖ്യമുണ്ട്. അവൻ അടിപ്പിടരാൻ സൗഖ്യമുണ്ട്. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവരെ അടിച്ചു. അവരുടെ മുമ്പിൽ മുട്ടുകുത്തി. അവന്റെ പൊന്മുഖത്ത് അവർ തുപ്പി. ചുവന്ന മേലങ്കി ധരിപ്പിച്ച് മുള്ളുകൊണ്ട് ഒരു കിരീടം പടഞ്ഞ് ശിരസിൽ വെച്ച് കോലുകൊണ്ട് അടിച്ചു. സ്വന്തം വസ്ത്രം
അവർ മാറ്റി നഗ്നനായി നിർത്തി ചുവന്ന മേലങ്കി ധരിച്ചപ്പോൾ അവനെ ക്രൂശിപ്പാൻ കൊണ്ടുപോയപ്പോൾ സ്വന്തം വസ്ത്രം ധരിച്ച് ക്രൂശിപ്പാൻ കൊണ്ടുപോയി. തലയോടിടമെന്നർത്ഥമെന്ന ഗോൽഗോഥയിൽ അവൻ ചരിത്ര വസ്തുതകൾ ഉറങ്ങിക്കിടക്കുന്ന ഗോൽഗോഥയിൽ അവൻ ആ ക്രൂശ് താഴെ ഇറക്കി കാൽകരങ്ങൾ ആണി അടിച്ചുലച്ച് ആ വലിയ കുഴിയിലിട്ടപ്പോൾ അസ്ഥികട ബന്ധമിട്ടു. ഒരു പടയാളി കടന്നു ചങ്കിലാഞ്ഞു കുത്തി രക്തവും വെള്ളവും നമുക്ക് വേണ്ടി ഒഴുക്കുവാനിടയായി. അവസാന രക്തം നമുക്ക് വേണ്ടി ഊറ്റിത്തരുവാനിടയായി. 6 മണി നേരം മുതൽ 9 മണി സമയത്ത് യേശു ക്രൂശിൽ നിലവിളിക്കുകയാണ്. ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ച് സ്വന്തം തോളിൽ മേൽ തലചായ്ച്ച പ്രാണനെ വിട്ടു. വീണ്ടെടുപ്പിനൊരു സ്ഥലമുണ്ട്. കാൽവറി മലയാണ് വീണ്ടെടുപ്പിന്റെ സ്ഥലം. ആമേൻ. പട്ടണവാതിൽക്കൽ വെച്ച് മോവാബ്യ സ്ത്രീയായ രൂത്തിനെ അവൻ വീണ്ടെടുത്തെങ്കിൽ വീണ്ടെടുത്ത ആ സഭയെ അവൻ വേളി കഴിപ്പാൻ വീണ്ടും മരുമനാഥൻ വരാറായി. വീണ്ടും അവൻ കടന്നു വരും. അവൻ പട്ടണവാതിൽ കടന്നു വരും. അവൻ കടന്നു വരും. ഒരുങ്ങാത്ത പ്രിയപ്പെട്ട ഇന്ന് രാത്രി ഒരുങ്ങണം. കണ്ണടച്ചാട്ട് പെട്ടെന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണടച്ചാട്ട് ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൂശിലേക്ക് എല്ലാവരും കടന്നു വരട്ടെ. നമുക്ക് വേണ്ടി നമ്മെ വീണ്ടെടുക്കുവാനായി ആമേൻ. പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൂടല്ല, നിഷ്കളവും നിർമ്മലമായ കുഞ്ഞാണ് രക്തം, അവസാന രക്തം നമുക്ക് വേണ്ടി ഊറ്റിത്തരുവാനിടയായി. യേശു ക്രിസ്തുവിനെ, ഈ വീണ്ടെടുപ്പുകാരനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഈ ദേശത്തുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ഇത് കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്താം. നിങ്ങൾ വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തിക്കാട്ടെ. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി ഈ വീണ്ടെടുപ്പുകാരനെ സ്വീകരിച്ചാൽ അവൻ നിത്യമായൊരു വീണ്ടെടുപ്പ് മാത്രമല്ല, നിത്യ യുഗങ്ങൾ അവനോടൊപ്പം വാഴുവാൻ കഴിയുന്നുണ്ട്. പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നവർ കരങ്ങൾ ഉയർത്തിക്കാട്ടെ. രോഗികൾ കരങ്ങൾ ഉയർത്തിക്കാട്ടെ. എൻ്റെ കുടുംബത്തിന് രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കരങ്ങൾ ഉയർത്തിക്കാട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ. നാമേ രോഗമുള്ള ഭാഗത്ത് നിങ്ങളുടെ കരം വെച്ചാട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കും കർത്തൻ, ഞാൻ നിന്റെ സൗഖ്യദായകൻ, ഞാൻ നിന്നെ സൗഖ്യമാക്കും കർത്തൻ, ഞാൻ നിന്റെ സൗഖ്യദായകൻ. എൻ വചനത്തിൻ ആജ്ഞയാ നീ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കാം. ചെറുപാടിക്കാട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കും കർത്തൻ, ഞാൻ നിന്റെ സൗഖ്യദായകൻ. എൻ വചനത്തിൻ ആജ്ഞയാ നീ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കാം. പ്രിയ കർത്താവേ, അങ്ങേ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ബന്ധനങ്ങളും അഴിയാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ദേശത്തിന് കെട്ടുകൾ അടിഞ്ഞ് ഈ ദേശം ക്രിസ്തുവിൽ സ്വതന്ത്രമാകുവാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കടന്നു വന്നവരെ യേശു ക്രിസ്തുവിനെ വിടുതൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ കൽപ്പിക്കുകയാണ്. അവന്റെ അടിപ്പണ്ട ശക്തി വ്യാപരിക്കുകയാണ്. ഇവളെ കൊല്ലണമെന്ന് ന്യായപ്രമാണം നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് ന്യായപ്രമാണം നിൽക്കുമ്പോൾ, ആമേൻ, കൃപയുടെ പ്രമാണം ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ, സമാധാനത്തോടെ പോകുക, ഇനിയും പാപം ചെയ്യരുത്. ഹല്ലേലൂയ. ജനസൗഖ്യമാകട്ടെ, ജനം വിടുവിക്കപ്പെടട്ടെ. ഏവരെയും കർത്താവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. തിരുനാമം മഹത്വപ്പെടും യേശുവിൻ നാമത്തിൽ.